കയ്യിൽ ഹോക്കി സ്റ്റിക്കും പിടിച്ച് നേരത്തെ വെടിക്കെട്ട് നടത്തിയ മുതലാണ് നമ്മുടെ കോളേജ് ഹീറോ കട്ടക്കലിപ്പൻ പെമ്പിള്ളേരുടെ സ്വപ്നവുമായ രുദ്രാംശ് അഗ്നിഹോത്രി. അതായത് നമ്മുടെ അഹാനയുടെ പുന്നാര ചേട്ടൻ. ഇടയ്ക്ക് വന്ന് പിള്ളേർക്കിട്ട് താങ്ങിയ മുതലാണ് രോഹിത് വേണുഗോപാൽ. രുദ്രാക്ഷന്റെ ചങ്കം ഋതുവിന്റെ ചേട്ടന്, ഭാഗ്യമൊക്കെ അവരുടെ വാലും. നിന്നോടൊക്കെയാ ചോദിക്കുന്നേ? രുദ്രൻ ചോദിച്ചു. ഒന്നുമില്ല, ഞങ്ങൾ പോവാ. അതും പറഞ്ഞ് ബാക്കി മൂന്നിനെ വലിച്ചോണ്ട് ധ്രുവ ഓടി. അത് കണ്ട് പൊട്ടി വന്ന ചിരി അടക്കി പിടിച്ച രുദ്രനും രോഹിത്തും നടന്നു. മാളു, ഡാ എന്താടാ, എന്താ പറ്റിയേ? അവളുടെ വാടിയ മുഖം കണ്ടതും ധ്രുവ അവൾക്കരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. ഒന്നുമില്ലടാ. മാളു കളിക്കല്ലേ, കാര്യം പറ. ഋതു അല്പം ഗൗരവത്തിൽ പറഞ്ഞു. ഞാൻ പറയാടാ. അതും പറഞ്ഞുകൊണ്ട് അഹാന അവിടേക്ക് വന്നു. ബാക്കി രണ്ടാളും അവളെ ചോദ്യഭാവത്തിൽ നോക്കി. ആന എല്ലാം പറഞ്ഞതും ധ്രുവ മാളുവിന്റെ തോളിലൂടെ കൈയിട്ട് നിന്നു. ഇത്രയേ ഉള്ളൂ, നീ വിഷമിക്കാതെടി, ഏട്ടൻ നിനക്കുള്ളത് തന്നെയാ. ധ്രുവ പറഞ്ഞതും മാളു ചെറുതായൊന്ന് പുഞ്ചിരിച്ചു. ഇന്നലെ ഉമ്മയും കൊടുത്ത് വന്നവള ഇന്നിങ്ങനെ ഇരിക്കുന്നേ. ഋതു കളിയായി പറഞ്ഞതും അവിടെ പൊട്ടിച്ചിരി ഉയർന്നു. മാളുവിന്റെ ഉള്ളിലെ വിഷമത്തെ നിമിഷം കൊണ്ട് പിള്ളേരില്ലാതാക്കി. അഹോ, എവിടെയടി നമ്മുടെ കലിപ്പനും ഗ്യാങ്ങും? ഋതു ചോദിച്ചപ്പോഴാണ് ബാക്കി രണ്ടും അത് അന്വേഷിക്കുന്നത്. ദൈവത്തിന് മാത്രമേ അതറിയൂ. എവിടെയെങ്കിലും കാണും, അല്ലെങ്കിലും കണ്ടിട്ട് എന്താക്കാനാ? സപ്ലൈ കിട്ടിയ ശേഷം വെറുതെ ഒന്ന് ഫോൺ നോക്കാൻ കൂടി വയ്യാണ്ടായി. വിഷമത്തോടെ പറയുന്ന അഹാനെ കണ്ട് ബാക്കി മൂന്നിനും ചിരി പൊട്ടി. എന്താ ഇവിടെ, നിനക്കൊന്നും ക്ലാസ് ഇല്ലേ? പുറകിൽ നിന്നൊരു ശബ്ദം കേട്ടത് നാലും കൂടി തിരിഞ്ഞു നോക്കി. കൈയും കെട്ടി തങ്ങളെ നോക്കി നിൽക്കുന്ന ഹരിയെ കണ്ടത് എല്ലാം കൂടി മാളുവിനെ ഒന്ന് നോക്കി. ദേ വന്നേക്കുന്നു നിന്റെ പ്രാണനും പ്രണയവും ആയവൻ, അഹാന പതിയെ പറഞ്ഞു. ശവത്തി കുത്താതടീ. മാളു അവളെ ദയനീയമായി നോക്കി. നിങ്ങളോടാ ചോദിച്ചത്? ഹരിയുടെ ശബ്ദം ഉയർന്നു. ഉണ്ട് സാർ. നാലും ഒരുപോലെ പറഞ്ഞു. അവരുടെ സാറെന്ന നീട്ടിവിളി അവനെ കളിയാക്കിയതാണെന്ന് അവന് മനസ്സിലായിരുന്നു. എന്നാ പിന്നെ ചുറ്റിത്തിരിയാതെ ക്ലാസ്സിൽ പോവല്ല, ഹരി കലിപ്പിച്ച് പറഞ്ഞു. നാലും ബാഗും എടുത്തോടി. ഇതേ സമയം സിറ്റിയിലെ ഒരു ഷോപ്പിംഗ് മാളിന് മുന്നിൽ തന്റെ ബുള്ളറ്റിന് മുകളിൽ ഇരിക്കുവാണ് രുദ്രൻ. ഫോണിൽ നോക്കിയാണ് ചെക്കന്റെ ഇരിപ്പ്. പോവാ. രോഹിത്തിന്റെ ശബ്ദം കേട്ടതും അവൻ തലയുയർത്തി നോക്കി. കയ്യിൽ 4-5 കവറുമായി നിൽക്കുന്ന രോഹിത്തിനെ രുദ്രൻ ഒന്ന് കൂർപ്പിച്ചു നോക്കി. നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? രുദ്രന്റെ നോട്ടം കണ്ട് രോഹിത് ചോദിച്ചു. ഇതൊക്കെ എന്താടാ? രോഹിത്തിന്റെ കയ്യിലെ കവറുകൾ ചൂണ്ടിക്കൊണ്ട് രുദ്ര ചോദിച്ചതും അവനൊന്ന് പരിങ്ങി. ഇതേ ഋതുവിനൊരു ഡ്രസ് എടുത്തതാ. രോഹിത് പതർച്ച പുറത്തു വരാതെ പറഞ്ഞു. ഋതുവിനോ? രോഹിത്തിനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് രുദ്ര പറഞ്ഞു. ആ, ഞാൻ എന്റെ പെങ്ങൾക്ക് വേണ്ടി ഡ്രസ് വാങ്ങി, അതിനെന്താ? നിനക്കെന്താടാ പെട്ടെന്ന് അവളോട് ഇത്ര സ്നേഹം? ആ, കുറച്ച് സ്നേഹം കൂടി. നീ വണ്ടി എടുക്കടാ രുദ്രാക്ഷ് മോനെ. ആദ്യം പറഞ്ഞ് രോഹിത് രുദ്രന്റെ ബുള്ളറ്റിന് പിന്നി കയറിയിരുന്നു. രുദ്ര ഒരു ചിരിയോടെ ബുള്ളറ്റ് മുന്നോട്ടെടുത്തു. പെട്ടെന്ന് മുന്നിലേക്ക് ആരോ വന്ന് ചാടിയത് രുദ്ര വണ്ടി നിർത്തി. എവിടെ നോക്കി നടക്കുവാടാ പന്ന? രുദ്രൻ ദേഷ്യത്തെ അലറിക്കൊണ്ട് നേരെ നോക്കിയതും കണ്ടു പേടിയോടെ കണ്ണുകൾ ഇറുക്കി അടച്ചു നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ. ഡേ, മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയെ നോക്കി അവൻ അലറിയതും അവൾ ഞെട്ടി കണ്ണുകൾ തുറന്നു. രുദ്രന്റെ കണ്ണുകൾ അവളുടെ വെള്ളാരം കണ്ണുകളിലേക്ക് പതിഞ്ഞു. ഒരു നിമിഷം മറ്റെല്ലാം മറന്ന് അവൻ അവളുടെ വെള്ളാരം കണ്ണുകളിലേക്ക് നോക്കി നിന്നുപോയി. അവൾ പതിയെ ചുറ്റുമൊന്ന് നോക്കി. ചിലരൊക്കെ തങ്ങളെ നോക്കി നിൽക്കുന്നത് കണ്ടതും അവൾ അവനെ നോക്കി. എവിടെ നോക്കിയടി നടക്കുന്നേ? നിന്റെ കണ്ണെന്താ മാനത്താണോ? രുദ്ര ദേഷ്യത്തോട് ചോദിച്ചതും അവൾ ഒന്ന് ഞെട്ടി. ഡാ ഒന്ന് പതുക്കെ, അതാകെ പേടിച്ചിരിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുന്നു. രോഹിത് പറഞ്ഞു. രുദ്ര കണ്ണുകൾ അടിച്ചൊന്ന് ദീർഘമായി നിശ്വസിച്ചു. ഡി, നീ എന്തെങ്കിലും ഒന്ന് പറയുന്നുണ്ടോ? എന്താ നിന്റെ പ്രശ്നം? അവൾ പതിയെ മിഴികൾ ഉയർത്തി അവനെ നോക്കി. രുദ്രന്റെ കണ്ണുകൾ വീണ്ടും അവളുടെ മിഴികളിൽ തങ്ങി. പെട്ടെന്ന് അവൾക്കരികിലേക്ക് ഒരു പെൺകുട്ടി വന്നു. സർ, സോറി സർ, അവൾ അറിയാതെ പറ്റിയതാ. നീ ഏതാടി? രോഹിത് ചോദിച്ചു. ഞാൻ ഇവളുടെ ഫ്രണ്ടാണ് സർ. ഇവൾക്ക് ഇവിടെ ഒന്നും പരിചയമില്ല, പെട്ടെന്ന് വന്നപ്പോ അറിയാതെ. ഇത് പറയാ ഇവളുടെ വായി നാക്കില്ലേ? രുദ്ര ചോദിച്ചു. അത് സാർ, ഇവൾ ഓമയാ. ആ പെൺകുട്ടി പറഞ്ഞതും രുദ്ര ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി. അവൾ അപ്പോഴും ഒന്നും മിണ്ടാതെ മിഴികൾ താഴേക്കൊന്ന് നിൽപ്പായിരുന്നു. കൈകൾ അരികിൽ നിന്ന് ആ പെൺകുട്ടിയുടെ കൈകളിൽ മുറുകിയിരുന്നു. ഓ സോറി, ഞങ്ങൾക്കറിയില്ലായിരുന്നു, രോഹിത് പറഞ്ഞു. അത് സാരമില്ല സാർ, ഞങ്ങൾ പൊയ്ക്കോട്ടെ? പൊയ്ക്കോ, പിന്നെ ശ്രദ്ധിക്കണം കേട്ടോ. ആ സാർ, താങ്ക് യു. അവൾ അതും പറഞ്ഞ് അവളുടെ കയ്യും പിടിച്ച് നടന്നു. രുദ്രന്റെ കണ്ണുകൾ അപ്പോഴും അവളിലായിരുന്നു. ചുറ്റുമുള്ളതെല്ലാം മറന്ന് അവളുടെ വെള്ളാരം കണ്ണുകൾ തീർത്ത മായാലോകത്തിൽ അല്പം മുന്നോട്ട് നടന്ന് അവൾ തിരിഞ്ഞു നോക്കി. ബൈക്കിൽ തന്നിലേക്ക് തന്നെ മെഴികൾ ഊന്നി നിൽക്കുന്ന രുദ്രനെ കണ്ട് അവൾ വേഗം മുഖം തിരിച്ച് നടന്നു നീങ്ങി. ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ അവൻ അത് നോക്കി നിന്നു. എന്താണ് മോനെ ഒരു കള്ളച്ചിരിയൊക്കെ, മനസ്സിൽ കയറിയോ? രുദ്രനെ നോക്കി രോഹിത് ചോദിച്ചു. പോടാ, അങ്ങനെ ഈ രുദ്രന്റെ ഉള്ളിൽ ആരും കയറിക്കൂടില്ല, ഒരാളൊഴികെ. ഓ, ആളിയൻ ഇപ്പോഴും നിന്റെ പഴയ അമ്പലവാസി കൊച്ചിനെ സ്വപ്നം കണ്ട് നടക്കുവാണോ? രോഹിത് ചോദിച്ചതും അതിനുള്ള മറുപടി ഒരു ചിരിയിൽ ഒതുക്കി ബൈക്ക് മുന്നോട്ടെടുത്തു.
അല്പദൂരം സഞ്ചരിച്ചതും രുദ്രാക്ഷന്റെ ബുള്ളറ്റ് ഒരു വലിയ വീടിനുള്ളിലേക്ക് പ്രവേശിച്ചു. വീടെന്ന് പറയുന്നതിലും കൊട്ടാരം എന്ന് പറയുന്നതാവും നല്ലത്. ബുള്ളറ്റ് നിർത്തി രുദ്രനും രോഹിത്തും അകത്തേക്ക് കയറി. അകത്തേക്ക് കയറിയതും കണ്ടു ഹാളിൽ ഏതോ ബുക്ക് വായിച്ചിരിക്കുന്ന ആശാദേവിയെ. മമ്മ! രുദ്രന്റെ വിളി കേട്ടതും ബുക്ക് വായിച്ചിരുന്ന ആശാദേവി മുഖമുയർത്തി നോക്കി. മുന്നിൽ നിൽക്കുന്ന രുദ്രനെ കണ്ടതും ആ കണ്ണുകൾ വിടർന്നു. അവയിൽ വാത്സല്യം നിറഞ്ഞു. രുദ്ര! ആശ വേഗം അവൻ അരികിലേക്ക് വന്നു. അവന്റെ മുഖം കൈകളിലെടുത്ത് നെറ്റിയിൽ ചുണ്ടുകൾ പതിപ്പിച്ചു. എപ്പോ പോയതാ രുദ്ര നീ? നിനക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയില്ലേ? എത്ര ദിവസം നീ ഒന്ന് വിളിക്കോ പോലും ഇല്ലായിരുന്നല്ലോ രുദ്ര. എന്റെ പൊന്നുമമ്മ, ഒന്ന് അവസാനിപ്പിക്ക്. ഇങ്ങനെ ഒറ്റ ശ്വാസത്തിൽ എല്ലാം കൂടി ചോദിച്ച എന്റെ ദേവിക്കൊച്ചിന് ശ്വാസം മുട്ടില്ലേ? അങ്ങനെ വല്ലോ നടന്ന ഈ ദേവിക്കൊച്ചിന്റെ റാം എന്നെ കൊല്ലും. കാളിയോടെ രുദ്രൻ പറഞ്ഞതും ആശ അവനെ തല്ലുന്നതായി കൈ ഓങ്ങി. രോഹിത്, നീ ആ കവർ മമ്മയ്ക്ക് കൊടുത്തേക്ക്. ഏത് കവർ? ഇത് ഋതുവിന്. രോഹിത് വിക്കിക്കൊണ്ട് പറഞ്ഞ രുദ്ര അവനെ ഒന്ന് നോക്കി. നിന്റെ അഭിനയൊന്നും വേണ്ട. ഇതെന്തായാലും നീ വാങ്ങിയത് എന്റെ പുന്നാരമ്മ പറഞ്ഞിട്ടാണെന്ന് എനിക്കറിയാം. സോ ഓവർ ആക്ടിങ് വേണ്ട. രുദ്രൻ പറഞ്ഞത് രോഹിത് അവനെ നോക്കി നന്നായി ഒന്ന് ഇടിച്ചു കാണിച്ചു. പിന്നെ കയ്യിലെ കവർ ആശയ്ക്ക് നേരെ നീട്ടി. അവർ അത് വാങ്ങി രുദ്രനെ നോക്കി. എന്നത്തെയും പോലെ ഇത് മമ്മയുടെ കൈ തന്നെ വെച്ചോ, ഞാനിടില്ല. ആശയുടെ നോട്ടം കണ്ടെന്ന പോലെ രുദ്രൻ പറഞ്ഞതും ആശയുടെ മുഖം വാടി. മമ്മ, മുഖം വാടിയിട്ട് കാര്യമില്ല, അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ. ശരി, നീ ചെന്ന് ഫ്രഷ് ആയിട്ട് വാ. അവന്റെ വാക്കുകൾ കേട്ടതും ആശ പറഞ്ഞു. രുദ്രൻ ഒരു ചിരിയോടെ അവരുടെ കവിളി ചുംബിച്ചു. നീ നിൽക്കുന്നുണ്ടോ അതോ പോവുകയാണോ? രോഹിത്തിന്റെ നേരെ തിരിഞ്ഞുകൊണ്ട് രുദ്രൻ ചോദിച്ചു. ഇല്ലടാ, കുറെ ആയില്ലേ വീട്ടിൽ ചെന്ന് വേണുഗോപാലിന്റെ അടുത്തൊന്ന് റിപ്പോർട്ട് ചെയ്യണം, എന്നിട്ടാവാൻ ബാക്കി. ഓക്കേടാ. രുദ്രനോടും ആശയോടെ യാത്ര പറഞ്ഞ് രോഹിത് ഇറങ്ങി. മമ്മ, ദാദി എവിടെ? രോഹിത് ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചതും അമ്പലത്തിൽ പോയതാ, വരാറായി. നീ ചെന്ന് ഫ്രഷ് ആയി വാ, അപ്പോഴേക്കും ദാദി എത്തും. ആശ പറഞ്ഞതും രുദ്രൻ മുകളിലേക്ക് ഓടി. അവന്റെ റൂമിലേക്ക് കയറി കുറച്ചു നേരം ബെഡിൽ കിടന്നു. പിന്നെ ഫ്രഷ് ആകാനായി പോയി. നല്ല വലിപ്പമുള്ള മുറി, അതിനൊത്ത നടുക്കാണ് ബെഡ്. റൂമിനൊരു സൈഡിൽ സോഫ സെറ്റ്, ഒരു സൈഡിൽ ബാത്റൂം ഡോർ, മറ്റൊരു സൈഡിൽ ഗ്ലാസ് ഡോർ ആണ്. അത് സ്ലൈഡ് ചെയ്ത് ഇറങ്ങുന്ന ബാൽക്കണിയിലാണ്. റൂമിൽ നിറയെ രുദ്രന്റെ ഫോട്ടോസ്. ബെഡിന് നേരെയുള്ള ഭിത്തിയിൽ ഒരു പെൺകുട്ടിയുടെ തോളിലൂടെ കൈയിട്ട് നിൽക്കുന്ന രുദ്രനും രോഹിത്തും മറ്റു 3 പേരും. കുളി കഴിഞ്ഞു വന്നതും രുദ്രൻ താഴേക്ക് ചെന്നു. അവിടെ സോഫയിൽ ആശയോടൊപ്പം ഇരിക്കുന്ന വാർദ്ധക്യം വന്ന സ്ത്രീയെ കണ്ടത് അവന്റെ ചുണ്ടിൽ പുഞ്ചിരി മിന്നി. ദാദി എന്നും വിളിച്ച് അവൻ അരികിലേക്ക് ഓടി. രുദ്രനെ കണ്ടതും ആ മുഖം വിടർന്നു. പൊടുന്നനെ ആ മുഖത്ത് ഗൗരവവും പരിഭവവും നിറഞ്ഞു. അത് കണ്ടതും രുദ്രൻ ഒരു കള്ളച്ചിരിയോടെ അവർക്കരികിലേക്ക് ചെന്ന് മുട്ടുകുത്തിയിരുന്നു. ദാദി, പിണക്കമാണോ എന്നോട്? രുദ്രൻ ചോദിച്ചതും അവർ അവനെ ശ്രദ്ധിക്കാതെ മുഖം തിരിച്ചു. അത് കാണാൻ രുദ്രന്റെ മിഴികൾ നിറഞ്ഞു. അവന്റെ നിറഞ്ഞ മിഴികൾ കണ്ടതും ആ വൃദ്ധഹൃദയം ഒന്ന് പിടഞ്ഞു. അയ്യേ, എന്റെ ബേട്ട കരയുകയാണോ? നീ എന്ത് കലിപ്പനാടാ? കളിയോടെ അവർ പറഞ്ഞതും അവന്റെ ചുണ്ടി ചിരി വിരിഞ്ഞു. വേറെ എന്ത് ഞാൻ സഹിക്കും ദാദി, പക്ഷെ ദാദി മിണ്ടാതിരുന്ന സഹിക്കില്ല രുദ്രനെ. എനിക്കറിയടാ, ദാദി പിണങ്ങുമോ എന്റെ മോനോട്? ചുളിവുകൾ വീണ കൈകൊണ്ട് അവന്റെ തലയിൽ തഴുകി അവർ പറഞ്ഞത് അവൻ പുഞ്ചിരിയോടെ അവരെ പുണർന്നു. ഏറെ നേരം ദാദിക്കും അമ്മയ്ക്കും ഒപ്പം ചിലവഴിച്ച ശേഷം രുദ്രൻ കിടക്കാനായി മുറിയിലേക്ക് പോയി. ബെഡിലേക്ക് വീണ് കണ്ണുകൾ അടച്ചതും അവന്റെ മനസ്സിലേക്ക് ആ വെള്ളാരം കണ്ണുകൾ ഓടിയെത്തി. ഒരു ഞെട്ടലോടെ അവൻ കണ്ണുകൾ വലിച്ചു തുറന്നു. കുറച്ചു നേരം തലയ്ക്ക് കൈകൊടുത്തിരുന്ന ശേഷം അവൻ ബെഡിലേക്ക് വീണു. വീണ്ടും അവന്റെ ഉള്ളിലേക്ക് വെള്ളാരം കണ്ണുകൾ വന്നതും ചുണ്ടിൽ കാരണമറിയാതൊരു പുഞ്ചിരി വിരിഞ്ഞു. അതേ പുഞ്ചിരിയോടെ അവൻ നിദ്ര പുൽകി. രാവിലെ തന്നെ കോളേജ് വാഗമര ചുവട്ടിൽ പോസ്റ്റായി നിൽക്കുവാണ് മാളു. അപ്പോഴാണ് കോളേജ് ഗേറ്റ് കടന്ന് ഹരിയുടെ ബൈക്ക് വരുന്നത് കണ്ടത്. അത് കണ്ടതും അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. സാർ സാർ എന്നും വിളിച്ച് മാളു ബൈക്കിന് മുന്നിലേക്ക് ചാടി. ഹരി ബൈക്ക് പെട്ടെന്ന് നിർത്തി. ചാവ ഇറങ്ങിയതാണോടി? ഹരി അല്പം ദേഷ്യത്തിൽ ചോദിച്ചു. മാളു അവനെ നോക്കി നന്നായി ഒന്ന് ഇളിച്ചു കാണിച്ചു. കിടന്ന് ചിരിക്കല്ലേ, ഞാൻ ബ്രേക്ക് പിടിക്കാവുന്ന വൈകിയിരുന്നെങ്കിൽ ഉള്ള അവസ്ഥ ആലോചിച്ചു നീ. എനിക്ക് എന്തെങ്കിലും പറ്റിയ സാധനം എന്താ, ശല്യം ഒഴിവായെന്ന് ചിന്തിച്ചാ പോരെ? അങ്ങനെയൊന്നും ചിന്തിക്കാൻ മാത്രം കണ്ണിച്ചോരയില്ലാത്തവനല്ല ഞാൻ. അത് കള്ളം. എന്ത്? ഹരി സംശയത്തോടെ ചോദിച്ചു. സാറിന് കണ്ണിച്ചോരയുണ്ടെന്ന് പറഞ്ഞത്? അങ്ങനെയുണ്ട്. എന്നെ പോലെ ഒരു പാവം കൊച്ചിനെ ഇങ്ങനെ പുറകെ നടത്തിക്കുമോ? നിന്നോട് ഞാൻ പുറകെ നടക്കാൻ പറഞ്ഞു? ഇല്ല. അല്ലെങ്കിലും എനിക്ക് സാറിന്റെ പുറകെ നടക്കാനല്ല, ഒപ്പം നടക്കാനാ ഇഷ്ടം. കണ്ണെ കണ്ട സിനിമ ഡയലോഗും കൊണ്ട് നടക്കുക. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതും പറഞ്ഞ് അവൻ ബൈക്ക് മുന്നോട്ടെടുത്തു. സാർ! മാളുവിന്റെ വിളി കേട്ടതും ഹരി ബൈക്ക് നിർത്തി അവളെ തിരിഞ്ഞു നോക്കി. സ്റ്റിൽ ഐ ലവ് യു സാർ. ഒറ്റ കണ്ണിറക്കി മാളു പറഞ്ഞതും ഹരി അവളെ കലിപ്പിച്ചിട്ട് മുന്നോട്ട് പോയി. അവൻ പോയ വഴിയെ നോക്കി ചിരിയോടെ തിരിഞ്ഞ മാളു കണ്ടു അവളെ തന്നെ നോക്കി നിൽക്കുന്ന ബാക്കി 3-നെ. ദിവസവും ഇതിനൊരു കുറവുമില്ലല്ലേ? ആഹുവാണ്. അങ്ങനെ അങ്ങ് വിട്ടുകളയാൻ പറ്റുമോ? എന്റെ ഒരേ ഒരു കാമുകനല്ലേ? മാളു പറഞ്ഞു.
എന്റെ പൊന്നു മോളെ, നീ ഇത്രയൊക്കെ പുറകെ നടന്നിട്ട് ഏട്ട ഒരു പോസിറ്റീവ് റിയാക്ഷനും തന്നിട്ടില്ല. അതും പോരാഞ്ഞ് പണ്ട് നിന്നോടുണ്ടായിരുന്ന അടുപ്പവും കുറഞ്ഞു. എന്നിട്ട് നീ എന്തുറപ്പില്ല ഇങ്ങനെ നടക്കുന്നേ? ധ്രുവ് ചോദിച്ചു. മോനെ ധ്രുവ്, നീ പറഞ്ഞൊക്കെ ശരിയാ. നിന്റെ ഏട്ടൻ എന്നെ ഇഷ്ടാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ ഇഷ്ടം പറഞ്ഞ അന്നു മുതൽ ഇന്ന് വരെ നിന്റെ ഏട്ടൻ എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്താ? ചോദ്യഭാവത്തിൽ മാളു ചോദിച്ചത് ബാക്കി മൂന്നും മുഖത്തോട് മുഖം നോക്കി. ആലോചിച്ച് ബുദ്ധിമുട്ടണ്ട, ഞാൻ തന്നെ പറഞ്ഞുതരാം. മാളു പറഞ്ഞത് ബാക്കി മൂന്നും അവളെ കേൾക്കാൻ തയ്യാറായി നിന്നു. മാളു തൊണ്ടയൊക്കെ നന്നാക്കുന്നതായി കാണിച്ച് പറയാൻ തുടങ്ങി. ലുക്ക് മാളവിക, ഞാൻ തന്റെ സാറാണ്, താൻ എന്റെ സ്റ്റുഡന്റും. ഇപ്പൊ തനിക്ക് തോന്നുന്ന ഫീലിങ്സ് അത് വെറും അട്രാക്ഷൻ മാത്രമാണ്. കുറച്ചു നാൾ കാണാതെ അടുത്തിടപെടുകയും ചെയ്യാതിരുന്നാൽ അത് മാറും. എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ തന്നോട് അല്പം ഫ്രീഡം എടുത്തു. അതാണ് തനിക്ക് ഇങ്ങനെയൊക്കെ തോന്നാൻ കാരണം. ഇപ്പൊ പഠിക്കേണ്ട സമയമാണ്, അത് മാത്രം ശ്രദ്ധിക്കുക. മാളു പറഞ്ഞു നിർത്തി ബാക്കി മൂന്നിനെയും നോക്കി. അവരാണ് എന്തോ പോയ എന്തിനെയോ പോലെ മാളുവിനെ നോക്കി നിൽക്കുന്നു. നീ ഇപ്പൊ ഇതൊക്കെ ഞങ്ങളോട് പറയുന്നത് എന്തിനാടി? ഋതു ചോദിച്ചു. അത് തന്നെ എന്റെയും സംശയം, ആഹുവും പറഞ്ഞു. ഓ എന്റെ ദൈവമേ, നീയൊക്കെ ഇത്ര പൊട്ടിയാണോ ഇത്ര ചെറിയ കാര്യം മനസ്സിലാക്കാതിരിക്കാൻ? ധ്രുവ് ബാക്കി രണ്ടിനെ നോക്കി പറഞ്ഞത്. നിനക്കെങ്കിലും ബോധമുണ്ടല്ലോ എന്ന രീതിയിൽ മാളു അവനെ നോക്കി. അപ്പൊ നിനക്ക് മനസ്സിലായോ? ഋതു ചോദിച്ചു. പിന്നില്ലാതെ. എന്നാ പിന്നെ എന്താന്ന് ഞങ്ങളോട് കൂടി പറയടാ, അവർ അവനോട് പറഞ്ഞു. എടി പൊട്ടത്തികളെ, അവൾ ഏട്ടനെ ഇമിറ്റേറ്റ് ചെയ്തതാ, ധ്രുവ് പറഞ്ഞു. ഋതു ആഹു അവനെന്തോ വലിയ കാര്യം ചെയ്തതുപോലെ നോക്കി. മാളു തലയ്ക്ക് കൈ കൊടുത്തിരുന്നു. എന്റെ ദേവീ, തലയ്ക്കല്പം വിവരമുള്ള ഒന്നിനെങ്കിലും എനിക്ക് കൂട്ടിന് തന്നുകൂടായിരുന്നോ? മാളു പറഞ്ഞു. ബാക്കി മൂന്നും അവളെ കൂർപ്പിച്ചു നോക്കി. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? ഞങ്ങൾക്ക് എന്താടി കുറവ്? ആവശ്യത്തിലധികം സൗന്ദര്യമല്ലേ, പിന്നെ ഭയങ്കര കഴിവില്ലേ? ഹാ, ഇതിനെല്ലാം ഒപ്പം ആവശ്യത്തിലധികം മണ്ടത്തരവും ഉണ്ട്. മാളു മൂന്നിനെ നോക്കി പറഞ്ഞു. ഓ, പിന്നെ നിനക്കത് തീരെ ഇല്ലല്ലോ. ഋതുവാണ്. ഓ ഒന്ന് നിർത്ത് മാളു, നീ സാധനം ഇമിറ്റേറ്റ് ചെയ്തതല്ലേ, പിന്നെ എന്താ ഉദ്ദേശിച്ചത്? ആഹു ചോദിച്ചു. ഞാൻ നിന്റെയൊക്കെ ചോദ്യത്തിനുള്ള മറുപടി തരാനാണ് ഉദ്ദേശിച്ചത്. എങ്ങനെ? അതായത് ഞാൻ സാറിനോട് ഇഷ്ടം പറഞ്ഞപ്പോഴൊക്കെ സാർ ഓരോന്ന് പറഞ്ഞ് എന്നെ ഉപദേശിച്ചു അല്ലേ? അതെ. പക്ഷെ ഒരിക്കൽ പോലും എനിക്ക് നിന്നെ ഇഷ്ടമല്ലാന്ന് സാർ പറഞ്ഞിട്ടില്ല. വിച്ച് മീൻസ് എനിക്ക് സ്കോപ്പ് ഉണ്ട്. സാർ എന്നെ ഇഷ്ടമല്ലാന്ന് പറയും വരെ ഞാൻ ഇങ്ങനെ പുറകെ നടക്കും. മാളു പറഞ്ഞു നിർത്തിയത് ബാക്കി മൂന്നും അവളെ വായം പൊളിച്ച് നോക്കി നിന്നു. അമ്പട ചേട്ടാ, ധ്രുവ് താടിക്കും കൈകൊടുത്തുകൊണ്ട് പറഞ്ഞു. നീ നോക്കിക്കോടാ ധ്രുവ്, അങ്ങേരെ കൊണ്ട് എന്നെ ഇഷ്ടമാണെന്ന് പറയിപ്പിച്ച് അങ്ങേരെ കൊണ്ട് എന്റെ കഴുത്തിൽ താലിയും കെട്ടിച്ച് അങ്ങേരുടെ 5 പിള്ളേരെയും പ്രസവിച്ചത് ഞാൻ അടങ്ങും. അതിത്തിരി കൂടുതലല്ലേ? ഒരിക്കലുമല്ല. അതേതാ ആ ശബ്ദം? മാളു അതും പറഞ്ഞ് ബാക്കി മൂന്നിനെ നോക്കിയപ്പോ മൂന്നും ഇപ്പൊ കരയുമെന്ന എക്സ്പ്രഷൻ ഇട്ട് നിൽക്കുന്നു. അവരുടെ ലുക്ക് പോകുന്നിടത്തേക്ക് നോക്കിയ മാളുവിന്റെ കിളികൾ പറഞ്ഞു. കൈയും കെട്ടി അവരെ നോക്കി നിൽക്കുന്ന രുദ്രനെ രോഹത്തിനെയും കണ്ട് കൊച്ചു നന്നായി ഒന്ന് ഇളിച്ചു കാണിച്ചു. എന്നാൽ രുദ്രന്റെ മുഖത്തെ ഗൗരവം കണ്ട് ചിരി സ്വിച്ചിട്ടതുപോലെ നിന്നു. എന്താടി നിർത്തിക്കളഞ്ഞത്? ബാക്കി കൂടി പറ. ദേഷ്യത്തോടെ രുദ്രൻ പറഞ്ഞത് ആള് ഉമിനീരിറക്കി അവനെ നോക്കി. കാര്യം രുദ്രന്റെ ദേഷ്യം എല്ലാവർക്കും അറിയാമെങ്കിലും എന്തോ അവന്റെ ഗൗരവം നിറഞ്ഞ മുഖം പിള്ളേർക്കെല്ലാം പേടിയാണ്. അത് പിന്നെ ഏട്ടാ, ഞാൻ അവൾ മുഖം താഴ്ത്തിക്കൊണ്ട് എങ്ങനെയോ പറയാൻ ശ്രമിച്ചു. മാളു. രുദ്രന്റെ ഉറക്കെയുള്ള വിളി കേട്ട് മാളു ഞെട്ടി മുഖമുയർത്തി. അവന്റെ മുഖവും ശബ്ദവും അവളെ പേടി നിറച്ചു. അവളുടെ മാത്രമല്ല ബാക്കി മൂന്നിന്റെ അവസ്ഥ അത് തന്നെയായിരുന്നു. ഞാൻ എല്ലാത്തിനോടും ഒരുപാട് തവണ പറഞ്ഞതാണ്, എന്തെങ്കിലും ചോദിക്കുമ്പോൾ മുഖം കുനിച്ച് നിൽക്കരുതെന്ന്. തെറ്റ് ചെയ്തവരാണ് തല കുനിക്കുക. നീ തെറ്റ് ചെയ്തോ? രുദ്രന്റെ ദേഷ്യം അവന്റെ വാക്കുകളിൽ പ്രകടമായിരുന്നു. പേടി തോന്നിയെങ്കിലും അത് മറച്ചു പിടിച്ച് മാളു അവനെ നോക്കി. സോറി ഏട്ടാ, എനിക്കറിയല്ല. ഏട്ടാ എന്നോട് പറഞ്ഞതൊന്നും മറന്നിട്ടല്ല. അവകാശമില്ലാത്തത് തട്ടിയെടുക്കാൻ ഞാൻ ശ്രമിക്കില്ല ഏട്ടാ. ഹരിസാറിന് ഇഷ്ടമല്ല എന്ന് ഒരിക്കൽ എന്നോട് പറഞ്ഞ് പിന്നെ ഞാൻ പിറകെ നടന്ന് ശല്യം ചെയ്യില്ല. ഞാൻ ഒരിക്കൽ പറഞ്ഞതല്ലേ ഏട്ടാ, വെറും ഒരു ക്യാമ്പസ് ലവ് അല്ല എനിക്ക്. ഐ എം സീരിയസ് അബൌട്ട് ഹിം. ഉറച്ച ശബ്ദത്തോടെ മാളു പറഞ്ഞത് രുദ്ര അവളെ ചേർത്ത് പിടിച്ച് കവളി തലോടി. ഒരേട്ടന്റെ കരുതലും വാത്സല്യവും അതിൽ നിറഞ്ഞു നിന്നിരുന്നു. ഹരിയുടെ ക്ലാസ് കേട്ടിരിക്കുകയാണ് 4 സംഘം. ഏതൊക്കെ ക്ലാസ്സിൽ ഉഴപ്പിയാലും ഹരിയുടെ ക്ലാസ്സിൽ 4 നല്ല കുട്ടികളാണ്. ക്ലാസിന്റെ ഗുണവും പഠിക്കാനുള്ള ഇഷ്ടവും കൊണ്ടല്ല, ആ ക്ലാസ്സിൽ ഉഴപ്പിയ 4ന്റെയും വീട്ടിൽ കൃത്യമായ റിപ്പോർട്ട് എത്തും. അതുകൊണ്ട് മാത്രമാണ് ഇത്ര അനുസരണ. ഡേ, എനിക്ക് വിശക്കുന്നു. ഹരിയുടെ ക്ലാസ്സിൽ മുഴുകിയിരുന്ന മാളുവിനെ തട്ടിക്കൊണ്ട് ധ്രുവ് പതിയെ പറഞ്ഞു. ഉണ്ടായിരിക്കടാ. മാളു അവനെ കൂർപ്പിച്ചു നോക്കി. നീ പൊടി പാട്ടി. അതും വിളിച്ച് അവൻ മാളുവിന്റെ കാലിൽ അമർത്തി ചവിട്ടി. അയ്യോ! ചവിട്ട് കിട്ടിയതും മാളു ഒറ്റ കാറൽ. അവളുടെ കാറിൽ കേട്ടതും മൊത്തം ക്ലാസിന്റെ ലുക്ക് അവൾക്ക് നേരെ. ഋതു ആകും മാളുവിനെ തൊട്ടടുത്ത് തലയ്ക്ക് കൈയും കൊടുത്തിരിക്കുന്ന ധ്രുവിനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. വാട്ട് ഹാപ്പൻ മാളവിക? മാളുവിനെ നോക്കി ഹരി ചോദിച്ചതും അവൾ ധ്രുവിനെ നോക്കി. നോ നത്തിങ് സാർ. ധ്രുവിനെ ഒന്ന് കാലിപ്പിച്ചു നോക്കി എഴുന്നേറ്റ് നിന്ന് ഹരിയോടായി പറഞ്ഞു. പിന്നെന്തിനാടോ താൻ നിലവിളിച്ചത്? അത് പിന്നെ ഞാനൊരു സ്വപ്നം കണ്ടതാ.
പെട്ടെന്ന് വായി വന്നത് മാളു പറഞ്ഞു. പിന്നീടാണ് എന്താ പറഞ്ഞെന്ന ബോധം അവൾക്ക് വന്നത്. ക്ലാസ് മൊത്തം അവളുടെ പറച്ചിൽ കേട്ട് ചിരിക്കാൻ തുടങ്ങി. സൈലൻസ്. ഹരി ഗൗരവത്തിൽ പറഞ്ഞു. ക്ലാസ് നിശബ്ദമായി. വാട്ട് ഡു യു മീൻ? താൻ ക്ലാസ് ഇരുന്ന് ഉറക്കമായിരുന്നോ? ഹരി അവളെ നോക്കി ചോദിച്ചത് മാളു അവനെ നോക്കി നന്നായി ഒന്ന് വിളിച്ചു കാണിച്ചു. പഠിക്കാനല്ലേ നീ വരുന്നത്? സ്വപ്നം കണ്ട് നടക്കാനാണോ? സോറി സർ. ഇത്ര കണ്ട് നിലവിളിക്കാൻ മാത്രം എന്ത് സ്വപ്നമാക്കാൻ കണ്ടത്? ഞങ്ങളോട് കൂടി പറ, കേൾക്കട്ടെ. അത് സർ പറയാം, ബട്ട് സാർ ഇവിടേക്ക് വരണം. മാളു പറഞ്ഞത് ഹരി പുരികം ചുളിച്ച് അവളെ നോക്കി. പിന്നെ അവൾക്കരികിലേക്ക് ചെന്നു. ഋതുവും ആകുന്ദ്രവും അവൾ എന്താ പറയാൻ പോകുന്നതെന്നറിയാൻ നോക്കി നിന്നു. ഹരി അരികിൽ എത്തിയത് മാളു ശബ്ദം താഴ്ത്തി അവനോട് എന്തോ പറഞ്ഞു. തൊട്ടടുത്ത നിമിഷം ഹരി അവളെ ഗെറ്റൗട്ട് അടിച്ചു. ബാക്കി മൂന്നും ഇതെന്താ കഥ എന്ന മട്ടിൽ അവൾ പോയ വഴിയെ നോക്കി. ഹരിയുടെ ക്ലാസ് കഴിഞ്ഞത് മൂന്ന് കൂടി മാളുവിനരികിലേക്ക് നടന്നു. വാഗമരച്ചോട്ടി ഇരിക്കുന്ന മാളുവിനെ കണ്ടത് മൂന്നും അങ്ങോട്ട് ചെന്നു. ആ എത്തിയോ മൂന്നും? എന്തേ വൈകിയേ? മൂന്നാളെയും കണ്ടത് മാളു ചോദിച്ചു. മൂന്നാള് പരസ്പരം ഒന്ന് നോക്കിയ ശേഷം അവൾക്കരികിലേക്ക് പാഞ്ഞു. നീ എന്താടി സാറിനോട് പറഞ്ഞത്? ഋതുവാണ്. ഏട്ടൻ എന്തിനാ നിന്നെ ഗെറ്റൗട്ട് അടിച്ചത്? ധ്രുവൻ ചോദിച്ചു. അതിന് മാത്രം എന്താ നീ പറഞ്ഞേ? ആഹുവാണ്. ഓ, എല്ലാം കൂടി ഇങ്ങനെ ഒന്നിച്ചു ചോദിക്കാതെ ഞാൻ പറയാം. മാളു മൂന്നാളെ നോക്കി എളിയോടെ പറഞ്ഞു. എന്നാ പറ. ഞാൻ ഒരുപാടൊന്നും പറഞ്ഞില്ല. എന്റെ സാറിന്റെ ഫസ്റ്റ് നൈറ്റ് ആണ് സ്വപ്നം കണ്ടതെന്ന് പറഞ്ഞു. സ്പോട്ടി ഗെറ്റൗട്ട് അടിച്ചു. മാളു വിത്ത് ദാറ്റ് ഇളി. അവൾ പറഞ്ഞത് കേട്ട് ബാക്കി മൂന്നും അവളെ വായും തുറന്ന് നോക്കി നിന്നു.